വയനാട് ഡി.സി.സി മുൻ ട്രഷറർ എൻ.എം. വിജയന്റെ മരണത്തിൽ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എക്കെതിരെ കേസെടുത്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട്. 3 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാജി വർഗീസ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. പി.വി. ജോഷില ചേരുകയാണ്. ജോഷില, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഈ വിഷയത്തിൽ വരുന്നത്. ഐ.സി. ബാലകൃഷ്ണനെതിരെ അന്വേഷണം വേണം എന്നുള്ളത്, കേസെടുത്ത് അന്വേഷണം വേണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഐ.സി. ബാലകൃഷ്ണനെതിരെ ഉയർന്നിരുന്നു. അതിനെ ശരിവെക്കുകയാണോ ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് കൂടി? തീർച്ചയായും അസിത, ഈ ഒരു വിഷയത്തിൽ എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 3 മാസത്തെ അന്വേഷണത്തിന് ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാജി വർഗീസ് 3 മാസം കൃത്യമായും ഈ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഐ.സി. ബാലകൃഷ്ണനെതിരെ ഉള്ള ഈ കേസിന്റെ തുടർ നടപടിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് തുടർ നടപടി ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് യോഗേഷ് ഗുപ്തയ്ക്ക്, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഐ.സി. ബാലകൃഷ്ണൻ ഈ കേസിലെ 1-ാം പ്രതിയായിരുന്നു. ഇപ്പോൾ ഐ.സി. ബാലകൃഷ്ണനും ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചനും ഈ കേസിൽ ജാമ്യത്തിലാണ്. അറസ്റ്റിലായി 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇവർ അറസ്റ്റിലാവുന്നത്. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരു എം.എൽ.എക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് അത് കേസിലെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, എൻ.എം. വിജയൻ മാത്രമല്ല, എൻ.എം. വിജയന്റെ ഇളയ മകനടക്കമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അത് കടക്കെണിയുമായി ബന്ധപ്പെട്ടാണ്. ആ കടക്കെണി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കടക്കെണിയാണ്. അത് നേരത്തെ തന്നെ എൻ.എം. വിജയൻ, ആത്മഹത്യക്ക് മുൻപ് തന്നെ എൻ.എം. വിജയൻ കോൺഗ്രസ് നേതൃത്വത്തെ, കെ.പി.സി.സി നേതൃത്വത്തെ അറിയിച്ചതായിരുന്നു. ആ സമയത്ത് ഒന്നും തന്നെ ഇത്തരമൊരു ആരോപണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരമൊരു കത്തിനെ കുറിച്ച് കെ.പി.സി.സി നേതൃത്വം ഗൗനിച്ചില്ല. അതിന്റെ അനന്തരഫലം എന്നുള്ള രീതിയിലാണ് 2 ജീവനുകൾ നഷ്ടപ്പെട്ടത്. തീർച്ചയായും അത്തരം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനം നോക്കൂ, ഒരു എം.എൽ.എക്കെതിരെയാണ്, അതും കോൺഗ്രസിന്റെ ഒരു എം.എൽ.എക്കെതിരെ ഈ നിലയിൽ അഴിമതി ആരോപണത്തിന്, കോഴ വാങ്ങി നിയമനം നൽകാമെന്ന വാഗ്ദാനം നടത്തി എന്നുള്ളൊരു ആരോപണത്തിന് അത് വിജിലൻസ് കണ്ടെത്തുകയും ഇനി അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. എത്ര ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അസിത, ഒരു എം.എൽ.എക്കെതിരെയാണ്, ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള കോഴക്കേസുമായി ബന്ധപ്പെട്ട്, സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുകയും കേസിലേക്ക് തന്നെ പോവുകയും ചെയ്തു. എൻ.എം. വിജയന്റെ പേരിൽ വന്ന കേസ് ഇപ്പോൾ മകന്റെ പേരിലേക്ക് പോകുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ സഹകരണ ബാങ്കിലെ ഉദ്യോഗം നൽകാം എന്ന് ഏറ്റുകൊണ്ട് 10 ലക്ഷം രൂപയിലധികം എൻ.എം. വിജയൻ വാങ്ങിച്ചു, ചാക്കോ എന്ന ആളിൽ നിന്നും വാങ്ങിച്ചു. അത് പിന്നീട് വലിയ പ്രശ്നമായി മാറുന്നു. ആ പ്രശ്നം കേസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അത് പരിഹരിക്കാൻ വേണ്ടി എൻ.എം. വിജയന്റെ കുടുംബ സ്വത്തിന്റെ രേഖയടക്കം ഇയാൾക്ക് പണയം വെക്കുന്നു. അതുപോലെ തന്നെ ബ്ലാങ്ക് ചെക്ക് നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതൊക്കെ തന്നെ പിന്നീട് പൊങ്ങി വരുന്നു. എൻ.എം. വിജയൻ മരിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതൃത്വത്തോട് താനും കുടുംബവും കടക്കെണിയിലാണെന്നും ഈ കടക്കെണിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്നും പാർട്ടിക്ക് വേണ്ടിയാണ് താനിങ്ങനെ കടക്കെണിയിൽ ആയതെന്നും പറഞ്ഞിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം അത് ഗൗനിച്ചില്ല. ഐ.സി. ബാലകൃഷ്ണനും എൻ.ഡി. അപ്പച്ചനും, ഡി.സി.സി പ്രസിഡന്റാണ് എൻ.ഡി. അപ്പച്ചൻ, അതുപോലെ തന്നെ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ ആണ്, ഇവർക്കൊക്കെ വേണ്ടിയാണ് താനിത് ചെയ്തത് എന്ന് എൻ.എം. വിജയൻ ഈ ആത്മഹത്യക്ക് മുൻപ് തന്നെ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അതിന്റെ അനന്തരഫലമാണ് ഈ 2 ആത്മഹത്യകൾ. അതായത് കോൺഗ്രസ് നേതൃത്വം ഇവരുടെ കൊലപാതകത്തിന് ഉത്തരം പറയണം എന്നുള്ള അവസ്ഥയിലേക്ക്, എൻ.എം. വിജയന്റെയും മകന്റെയും മരണത്തിന് അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഉത്തരം പറയണം എന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതുതായി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും 3 മാസത്തെ കൃത്യമായ അന്വേഷണത്തിന് ശേഷമാണ് ഏതൊക്കെ ബാങ്കുകളിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള നിയമനത്തിന്